ഇന്നത്തെ കത്ത് വായിക്കാം. ഡിയർ സർ, ഞാൻ കോഴിക്കോട് നിന്നും എഴുതുന്ന കത്താണിത്. ഇവിടെ 20 സെൻറ് സ്ഥലത്ത് ഒരു വീട് പണിതു. അതിനുശേഷം 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മയ്ക്ക് ഒരു അപകടം ഉണ്ടായി കിടപ്പിലായി. ഈ വീട്ടിൽ താമസം ആയതിനു ശേഷം ഒരു പുരോഗതിയും ഇല്ല. തൊഴിൽപരമായി ആകെ പ്രോബ്ലമാണ്. വീടിൻ്റെ ദോഷമാണോ ഇങ്ങനെയൊക്കെ പറ്റിയത്? ദയവായി മറുപടി തരണം. വീടിൻ്റെ പ്ലാനും വസ്തുവിൻ്റെ പ്ലാനും ജാതകവും ഇതോടൊപ്പം അയക്കുന്നു. നമ്മൾ പല എപ്പിസോഡും നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഒരു വീട് പണിയുന്നതിന് മുമ്പ് നമ്മൾ വാസ്തുവൊക്കെ നോക്കുന്നതിന് മുമ്പ് ആ വീട് പണിയാൻ എടുക്കുന്ന സ്ഥലത്തിന് എന്തെങ്കിലും ദോഷമുണ്ടോ എന്ന് നോക്കണം. നമ്മൾ പലപ്പോഴും എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പം നമ്മുടെ ഇതെന്താ അറിയുമോ, നമ്മുടെ ലാൻഡ് സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷമുണ്ടോ ഇല്ലയോ എന്ന് നമ്മളറിയാതെ അതിനകത്ത് നമ്മുടെ വീട് പണിഞ്ഞ് താമസിക്കുമ്പം ഭൂമി സംബന്ധമായിട്ട് എന്തെങ്കിലും ദോഷങ്ങളുണ്ടെങ്കിൽ അത് ആ വീട്ടിൽ താമസിക്കുന്ന ആളെയും അതിൻ്റെ ഗ്രഹനാഥനെയും എല്ലാം അത് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഈ ഒരു വീടിനെ നമ്മൾ പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് ഈ ഒരു വീടിൻ്റെ ഭൂമി സംബന്ധമായിട്ട് നല്ല രീതിയിലുള്ള ദോഷങ്ങളുണ്ട്. കാരണം ഇതിനകത്ത് സർപ്പത്തിൻ്റെ ഇഷ്യൂസ് ഉണ്ട്, അതല്ലാതെ വെച്ചാരാധനയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടുന്ന പരിഹാരങ്ങൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ചെയ്ത് കഴിയുമ്പോൾ ആ വീട്ടിലൊരു സമാധാന അന്തരീക്ഷം, ഒരു ശാന്തത ഫീൽ ചെയ്യും. അതുപോലെ ഇതിൻ്റെ കിഴക്ക് ഭാഗം ഇതിനകത്തൊരു മിസ്സിങ് കോർണറായിട്ട് കാണുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ വീടിൻ്റെ കിഴക്ക് മൂല എന്നുള്ളതല്ല, വസ്തുവിൻ്റെ കിഴക്ക് മൂലയും ഇല്ല. കാരണം കിഴക്ക് മൂല എന്ന് പറയുന്നത്, അതായത് ആ ഭാഗത്തിന് വളരെ പ്രാധാന്യമുണ്ട്. കാരണം ചില ഭൂമി കറങ്ങുന്ന തന്നെ കിഴക്ക് ഭാഗത്തോട്ട് ശരിയാണ്. അപ്പം കിഴക്ക് ഭാഗത്തു നിന്ന് വേണം മാക്സിമം കോസ്മിക് എനർജി ഈ വീടിൻ്റെ അകത്തേക്ക് കടന്നു വരാനായിട്ട്. അപ്പം ഈ കിഴക്ക് മൂല ഇല്ലാത്ത വീടുകൾ, ചില വീടുകളൊക്കെ നമ്മൾ ചെന്ന് കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നേരം അതിനകത്ത് ഇരുന്നാലും നമുക്ക് വലിയൊരു ബോറടി ഫീൽ ചെയ്യില്ല, അല്ലെങ്കിൽ ഒരു കുറച്ചുകൂടി എനർജി ഫീൽ ചെയ്യും. ചില വീട്ടിൽ ചെന്ന് കഴിയുമ്പോൾ നമുക്ക് ഇറങ്ങിപ്പോകാനൊരു ഫീൽ ഉണ്ട്. കാരണം നമുക്ക് പെട്ടെന്ന് നമ്മൾ കുറേ നേരം ഇരിക്കണമെന്ന് വിചാരിച്ചാൽ പോകുന്നെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് മുഷിഞ്ഞ് നമ്മൾ ഇറങ്ങിപ്പോകേണ്ട ഒരവസ്ഥ വരും. അപ്പോൾ ഈ കിഴക്ക് ഭാഗം ഇല്ലാത്ത വീടുകളിൽ താമസിക്കുമ്പോൾ അതിനകത്ത് താമസിക്കുന്ന ആൾക്കാർക്ക് ഈ പറഞ്ഞ പോലെ ഒരു എനർജി കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. കാരണം ഒരു കോസ്മിക് എനർജി കൃത്യമായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ ഇതിനകത്ത് താമസിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ കുറച്ച് ഇറിറ്റേഷൻ ആയിരിക്കാം. ചിലപ്പോൾ പിള്ളേരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാക്സിമം ആ വീട്ടിൽ നിൽക്കാൻ തോന്നുന്നില്ല, പുറത്തൊക്കെ ആയിരിക്കും, മാക്സിമം കിടക്കാനും അങ്ങനെ ഫുഡ് കഴിക്കാനൊക്കെ ആയിരിക്കും ചിലപ്പം വരും. കാരണം വീടിൻ്റെ കിഴക്ക് മൂലയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ ഇതിൻ്റെ കിഴക്ക് മൂല സ്ക്വയർ ചെയ്തെടുത്തെങ്കിൽ മാത്രമേ ഈ വീടിന് കൃത്യമായിട്ടുള്ള ഒരു എനർജി ഫ്ലോ കറക്റ്റായിട്ട് വരത്തുള്ളൂ. അതോടുകൂടി ഇതിൽ താമസിക്കുന്ന ആൾക്കാർക്ക് പോസിറ്റീവായിട്ടുള്ള റിസൾട്ടുകൾ കിട്ടുകയും ചെയ്യും. അതുപോലെ വീടിൻ്റെ കിഴക്ക് ഭാഗവും മിസ്സിങ് കോർണറായിട്ട് പോയിട്ടുണ്ട്. അപ്പം വീടിൻ്റെ പോയതുപോലെ തന്നെ വസ്തുവിൻ്റെയും പോയിട്ടുണ്ട്. അപ്പം വസ്തുവിൻ്റെ കിഴക്ക് ഭാഗം കട്ടായി പോയി ഇനിയിപ്പോൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, കാരണം ഓൾറെഡി വേറെ ഒരാളുടെ പ്ലോട്ടാണ്. അപ്പോൾ ഇവർക്ക് ചെയ്യാവുന്ന ഭാഗം എന്ന് വെച്ചാൽ ആ കട്ടായി പോയിരിക്കുന്ന പോർഷനിൽ കൂടി ഭൂമിക്ക് അടിയിൽ കൂടി ഒരു മതിൽ കെട്ടിയിട്ട് വടക്കേ മതിലിലും തെക്കേ മതിലിലൂടെ കൊണ്ട് ജോയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ വീടിരിക്കുന്ന ഭാഗം സ്ക്വയറായി കിട്ടും. ആ കോമ്പൗണ്ടിന് പുറത്തുള്ള കിഴക്ക് മൂലയായിരിക്കും കട്ടായി പോയിരിക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ ചുറ്റളവ് എടുക്കുന്ന സമയത്തും മണ്ണ ചുറ്റി നിൽക്കുന്ന വീടായിട്ടാണ് കാണുന്നത്. അപ്പം ചുറ്റളവ് കൃത്യമാക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ വീടിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു സ്ഥാനം നോക്കിയിട്ട് ഒരു ബേസിക് ഫൗണ്ടേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ തെക്ക് ഭാഗത്തോട്ട് ഒരുപാട് സ്പേസ് ഉണ്ട്. അപ്പം തെക്ക് ഭാഗത്തോട്ട് ഒരുപാട് സ്പേസ് വരുമ്പോൾ ഈ വീട് മാക്സിമം അങ്ങ് വടക്കോട്ട് നീങ്ങി നിൽക്കുന്ന അവസ്ഥയാവും. അപ്പോൾ കണക്കനുസരിച്ച് തെക്ക് ഭാഗത്തിന് ഒരു ഭൂമിക്ക് അടിക്കൂടി ബേസിക് ഫൗണ്ടേഷൻ കൊടുത്ത് സ്ക്വയർ ചെയ്യുക. അതുപോലെ തന്നെ മറ്റ് ദോഷങ്ങളായിട്ട് കാണുന്നില്ല. അതുപോലെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഇതിൻ്റെ തെക്ക് കിഴക്ക് മൂലയാണ് ഇതിൻ്റെ തൊഴിൽ മേഖലയായിട്ട് വരുന്നത്. ആ ഒരു ഭാഗത്തായിട്ട് ഒരു സെപ്റ്റി ടാങ്ക് വന്നിട്ടുണ്ട്. കാരണം തെക്ക് കിഴക്ക് ഭാഗത്ത് സെപ്റ്റി ടാങ്ക് വന്നു കഴിയുമ്പോൾ നമ്മുടെ ധന അഭിവൃദ്ധിയെ അത് നെഗറ്റീവായിട്ട് ബാധിക്കും. അത് തന്നെയല്ല, നമ്മുടെ തൊഴിൽ മേഖല ആണ് വന്നിരിക്കുന്നത്. കാരണം വെച്ചാൽ ജോലി സംബന്ധമായിട്ടുള്ള പ്രോബ്ലങ്ങളും ബുദ്ധിമുട്ടുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ ഈ 2 കാര്യം കൂടി ക്ലിയർ ചെയ്യണം. ഈ സെപ്റ്റി ടാങ്ക് മാറ്റി സ്ഥാപിക്കാൻ പറ്റുമെങ്കിൽ സ്ഥാപിക്കുക. കാരണം വെച്ചാൽ തെക്ക് കിഴക്ക് ഭാഗത്തായിട്ട് നമ്മൾ സെപ്റ്റി ടാങ്ക് സാധനം കൊടുക്കാറില്ല. അപ്പം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോകുക.